ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചവ്വരി വെച്ചിട്ടുള്ള, അതായത് സാഗോ റൈസ് വെച്ചിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇതിലേക്കുള്ള ചവ്വരി ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചവ്വരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കാം. ചവ്വരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്തെടുക്കുന്നത്. ഞാനിവിടെ ചെറിയ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലിയ ചവ്വരിയാണെങ്കിൽ അതായാലും മതി. അരമണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ കുതിരാൻ വെച്ച ചവ്വരി അതിലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അരമണിക്കൂർ കുതിർത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് തന്നെ ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്ന് ചവ്വരിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 400 ml പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ കൈവച്ചിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഏലക്കായൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും പായസത്തിന്. കുറച്ച് സമയം ഇളക്കുമ്പോഴേക്ക് പാല് നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ടാവും. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്ത് പാല് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേ പായസം കട്ടിയായി കിട്ടുള്ളൂ. ഞാനിവിടെ ചെറിയ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പായസം കട്ടിയായി കിട്ടൂല. നിങ്ങളുടെ കയ്യിൽ വലിയ ചവ്വരിയാണെങ്കിൽ പായസം പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് കൈവച്ചിട്ട് ഉടച്ച് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ചെറിയൊരു പിങ്ക് നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ചേർത്തെന്ന് കരുതി ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റും പായസത്തിൽ വരുന്നൊന്നുമില്ല. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധിക സമയം പായസം ചൂടാക്കരുത്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മളെ പായസത്തിന്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കട്ടിയാണ് കേട്ടോ നമ്മളെ പായസത്തിനുള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി എടുത്ത് അതിലേക്ക് 2 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് പായസത്തിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്തില്ല, ആ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്താൽ പായസം ഇതിനേക്കാളും കട്ടിയായി കിട്ടും. എനിക്ക് പായസത്തിന് അത്ര കട്ടി ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ചവ്വരിയും പാലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും അസ്സലാമു അലൈക്കും.